ഗുഡ് മോർണിംഗ്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2-ൻ്റെ 20ാമത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് കോവിഡ് ആൻഡ് ട്യൂബർക്യുലോസിസ് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബൈഡയറക്ഷണൽ സ്ക്രീനിങ് എന്ന് പറയുന്നത് എന്താണെന്നാണ്. ബൈഡയറക്ഷണൽ സ്ക്രീനിങ് റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് സ്ക്രീനിങ് ഓഫ് ടു റിലേറ്റഡ് കണ്ടീഷൻസ് ഓർ ഡിസീസസ് ഇൻ ബോത്ത് ഡിറക്ഷൻസ്. In other words, it involves screening for condition A in patients with condition B, screening for condition B in patients with condition A. ഇതിൽ കണ്ടീഷൻ എ ബി എന്നൊക്കെ പറയുമ്പം അത് കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. ഒരു ഡിസീസ് ഉള്ള ആൾക്ക് മറ്റൊരു ഡിസീസും കൂടി ഉണ്ടോ എന്ന് ഒരുമിച്ച് സ്ക്രീൻ ചെയ്യുന്നു, ഒരുമിച്ച് നോക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഈ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സിമ്പിളായിട്ടെന്ന് വെച്ചാൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം COVID-19 ടി ബി ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അല്ലേ. അപ്പം ഈ ടി ബി ഉള്ള ആൾക്ക് COVID-19 ഉണ്ടോ എന്ന് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു. അതുപോലെ തന്നെ COVID-19 ഉള്ള ഒരാൾക്ക് ടി ബി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. കാരണം ഈ COVID-19 ടി ബി എന്ന് പറയുന്നത് ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ള ഡിസീസസ് ആണ്, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ് ഇത് രണ്ടും. സോ ഒന്നുള്ള ആൾക്ക് മറ്റൊരു ഡിസീസും കൂടി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ഈ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഈ മേളിൽ കൊടുത്തിരിക്കുന്നത്. ചിലപ്പം ഇതിങ്ങനെ തന്നെ കൊടുത്തിട്ട് ഈ ഒരു പ്രൊസീജിയറിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. അതാണ് എന്ത്, ബൈഡയറക്ഷണൽ സ്ക്രീനിങ് എന്നാണ് ഈ ഒരു പ്രൊസീജിയറിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ടി ബിയുടെയും അതുപോലെ തന്നെ COVID-19ൻ്റെയും ബൈഡയറക്ഷണൽ സ്ക്രീനിങ് എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, സ്ക്രീനിങ് ഫോർ ടി ബി ഇൻ പേഷ്യൻസ് വിത്ത് COVID-19, ഐഡൻറ്റിഫൈങ് പേഷ്യൻസ് വിത്ത് COVID-19 ഹു ഓൾസോ ഹാവ് ടി ബി. അപ്പോൾ എന്താണ്, COVID-19 ഉള്ള ആൾക്കാരിൽ ടി ബി ഉള്ളവരുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് സ്ക്രീനിങ് ഫോർ COVID-19 പേഷ്യൻസ് വിത്ത് ടി ബി. സോ ഐഡൻറ്റിഫൈങ് പേഷ്യൻസ് വിത്ത് ടി ബി ഹു ഓൾസോ ഹാവ് COVID-19. സോ ആദ്യം പറയുന്ന COVID-19 ഉള്ള ആൾക്കാർക്ക് ടി ബി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു, പിന്നെ ടി ബി ഉള്ള ആൾക്കാരിൽ COVID-19 ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നതാണ് ഈ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇനി ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ക്യാൻ ഹെൽപ്പ് ഐഡൻറ്റിഫൈ co-infection, improve patient outcomes and inform public health strategies. സോ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, co-infections കണ്ടുപിടിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജീസിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ബൈഡയറക്ഷണൽ സ്ക്രീനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് NTP എന്താണ്, ബൈഡയറക്ഷണൽ സ്ക്രീനിങ്ങിനെ പറ്റി പറയുന്നത് എന്നുള്ളൊരു സ്ലൈഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പഠിക്കുക. NTPയുടെ സൈറ്റിൽ തന്നെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. Bidirectional screening is a protocol built into two health programs where all the cases from one program are mandatorily referred to the other for screening. So ബൈഡയറക്ഷണൽ സ്ക്രീനിങ് എന്ന് പറയുന്നതാണ് ഇവിടെ പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. രണ്ട് ഡിസീസിനെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു പ്രോഗ്രാമിൽ നമ്മൾ ആ ഒരു ഡിസീസ് അവിടെ ഉണ്ട് എന്നെങ്കിൽ മറ്റൊരു ഡിസീസും അതിനോടൊപ്പം തന്നെയുള്ള മറ്റൊരു ഡിസീസും ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് അത് സ്ക്രീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ദ പ്രോട്ടോകോൾ എനേബിൾസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിസീസ് ദാറ്റ് ഹാവ് എ പ്രീ ഡിസ്പോസിഷൻ ടു ഈച്ച് അതർ. സോ ഇവിടെ പറയുന്നത് വെച്ചാൽ ആ പ്രോട്ടോകോൾ പ്രകാരം എന്താ അവർ ചെയ്യുന്നത്, ഒരു ഡിസീസ് ഉണ്ടോ എന്ന് നോക്കുന്നതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഡിസീസും കൂടി ഉണ്ടോ എന്ന് നമ്മളിവിടെ സ്ക്രീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് TB ആൻഡ് HIV ആണ്. വേർ having HIV increases the risk of developing TB, and individuals affected by TB would have proper outcomes if co-infected with HIV. അപ്പോൾ ഇവിടെ HIV-യും TB-യും തമ്മിലുള്ള രണ്ടും വളരെയധികം കണക്ഷൻസ് ഉള്ള ഒരു ഡിസീസാണ് അല്ലേ. ഇപ്പോൾ TB ഉണ്ടെങ്കിൽ TB ഉള്ളവർക്ക് HIV വരാനുള്ള ചാൻസ് കൂടുതലാണ്, HIV ഉള്ളവർക്ക് TB വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, അവരുടെ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കംസും വളരെയധികം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഡിസീസ്, ഈ രണ്ട് പ്രോഗ്രാമിൽ TB ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് തന്നെ HIV-യും ആ ഒരാൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്ക്രീൻ ചെയ്യും. അപ്പോൾ നേരെ ഓപ്പോസിറ്റും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അവർ സ്ക്രീൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. Then screening for the second disease is carried out by first disease program as per the screening policies of the second health program എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ഇപ്പോൾ TBയുടെ ഡിസീസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമും അതുപോലെ HIV-യുടെ ഒരു പ്രോഗ്രാമും ഉണ്ട് അല്ലേ. അപ്പം TB കണ്ടുപിടിക്കുന്ന സമയത്ത് HIV ഉണ്ടോയെന്ന് കണ്ടുപിടിക്കും. അപ്പം ഈ HIV ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുന്നത് അവരുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ സ്ട്രാറ്റജീസും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും TB പ്രോഗ്രാം HIV ഉണ്ടോ എന്നുള്ള കാര്യം സ്ക്രീൻ ചെയ്യുന്നത്. കാരണം TBയുടെ പ്രൊസീജിയേഴ്സ് അല്ല HIV ഉണ്ടോയെന്ന് നമ്മൾ നോക്കുമ്പം വേറെ തന്നെ പ്രൊസീജിയറാണ് ആ ഒരു പ്രോഗ്രാമിനുള്ളത്. അതുകൊണ്ട് തന്നെ TBയുടെ പ്രൊസീജിയറും ഒപ്പം തന്നെ HIV-യുടെ കംപ്ലീറ്റ് പ്രൊസീജിയറും അതിന് എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ HIV ഉണ്ടോ എന്നും കൂടി കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്.
അപ്പോൾ അത് സ്ക്രീനിങ് പോളിസീനെ പറ്റി പറയുന്നതാണ്. നെക്സ്റ്റ്, സ്ക്രീനിങ് ഫോർ ടി ബി ഈസ് ഡൺ ത്രൂ 4 സിംറ്റം കോംപ്ലക്സ് വിത്ത് ഓർ വിത്തൗട്ട് ചെസ്റ്റ് എക്സ്റേ. ഇപ്പോൾ ടി ബിയുടെ കാര്യം പറയുന്നതാണ്. നമുക്കറിയാം 4 സിംറ്റം കോംപ്ലക്സ് ഉണ്ട്. ചെസ്റ്റ് എക്സ്റേ ഇല്ലാതെയും നമുക്കത് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബൈഡയറക്ഷണൽ സ്ക്രീനിങ് പോളിസീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ വേരിയസ് കൺട്രോൾ പ്രോഗ്രാംസ്. ഇൻ NTP, the following disease prevention and cure efforts implemented a bidirectional screening policy: HIV, COVID-19, diabetes mellitus, and tobacco. Both programs monitor bidirectional screening, referral, and testing as per their own policies. ഇവിടെ പറയുന്നത് വെച്ചാൽ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് NTP ഏതൊക്കെ ഡിസീസിൻ്റെ കാര്യങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്: HIV, COVID-19, ഡയബറ്റീസ് മെലിറ്റസ്, ടൊബാക്കോ. അപ്പം ഇത്രയും കാര്യങ്ങൾക്കാണ് ബൈഡയറക്ഷണൽ സ്ക്രീനിങ് NTP ഇപ്പം നിലവിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ രണ്ട് പ്രോഗ്രാംസും ബോത്ത് പ്രോഗ്രാംസ് മോണിറ്റർ ബൈഡയറക്ഷണൽ സ്ക്രീനിങ്, റെഫറൽ ടെസ്റ്റിംഗ് ആൻഡ് ആസ് പെർ ദെയർ പോളിസീസ്. അപ്പം ഇതിലെന്തൊക്കെ ചെയ്യുന്നുണ്ട്? അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ അവർ റെഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഓൾ പോളിസീസ് വെച്ചിട്ടാണ് ഇവർ ഈ പ്രോഗ്രാംസൊക്കെ അവർ ചെയ്യുന്നത്. സോ ഇത്രയാണ് ബൈഡയറക്ഷണൽ സ്ക്രീനിങ്ങിനെ പറ്റി നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഇനി COVID-19 നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് TB ആൻഡ് COVID-19 ആണ്. TBയുടെ കാര്യം നമ്മൾ മുൻപ് പഠിച്ചു. ഇനി നമുക്ക് COVID-19ൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. സോ COVID-19 വൈറോളജി. ഫസ്റ്റ്, SARS-CoV-2. COVID-19 ഈസ് കോസ്ഡ് ബൈ ദ SARS-CoV വൈറസ്, എ ടൈപ്പ് ഓഫ് കൊറോണ വൈറസ്. സോ വൈറോളജിയിൽ പറയുന്നത് COVID-19 കോസ് ചെയ്യുന്ന വൈറസ്, ടൈപ്പ് ഓഫ് വൈറസ്, അതിൻ്റെ പേരാണ് SARS-CoV-2 എന്ന് പറയുന്നത്. COVID-19 കോസ് ചെയ്യുന്ന വൈറസിൻ്റെ പേരാണ്. ദെൻ RNA വൈറസ്. SARS-CoV-2 ഈസ് എ സിംഗിൾ സ്ട്രാൻഡ് ഓഫ് RNA വൈറസ്. സോ RNA വൈറസിൻ്റെ ഒരു സിംഗിൾ സ്ട്രാൻഡാണ് ഈ SARS-CoV-2 എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്: ഫസ്റ്റ്, റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, ക്ലോസ് കോണ്ടാക്റ്റ്. റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിൽ COVID-19 സ്പ്രെഡ്സ് ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് കോണ്ടാക്ട് ആൻഡ് കണ്ടാമിനേറ്റഡ് സർഫേസസ്. ദെൻ ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള സമയത്തും ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യാം. ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഷ്യൻറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ. ഇപ്പോൾ ഓൾറെഡി അഫക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പേഷ്യൻറ്റുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റ് കാരണം നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാമെന്ന് പറയുന്നത്. സോ ഇത് രണ്ടാണ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ്, ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഫീവർ, ദെൻ ഹൈ ടെമ്പറേച്ചർ ഈസ് കോമൺ സിംറ്റം ഓഫ് COVID-19. Then cough, dry cough or cough with a mucus is a frequent symptom. Then the shortness of breath, difficulty in breathing or shortness of breath can occur in severe cases. അപ്പം ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്ന ഫീവർ, ഹൈ ടെമ്പറേച്ചർ വളരെയധികം കോമൺ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ചുമ, കഫ്, അത് മ്യൂക്കസും ഇല്ലാതെ രണ്ടും ഡ്രൈയും, അതുപോലെ തന്നെ കഫ് വിത്ത് മ്യൂക്കസും രണ്ടും ഒരു സിംറ്റമാണ്. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, നമുക്ക് ബ്രീത്തിങ് നേരെ നടക്കാതിരിക്കുക, ബ്രീത്തിങ് ഷോർട്ട്നെസ് ഫീൽ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സിംറ്റമാണ്. നമ്മുടെ COVID-19ൻ്റെ സിംറ്റംസ് ആണ്. മെയിൻ സിംറ്റമാണ് ഫീവർ, കഫ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസിസ് RT-PCR ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പഠിച്ചു വെക്കുക. കോവിഡ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു RT-PCR, അതുപോലെ ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. RT-PCRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. RT-PCR ഈസ് എ പ്രൈമറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ COVID-19. സോ COVID-19ൻ്റെ പ്രൈമറി ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് RT-PCR എന്ന് പറയുന്നത്. പിന്നെ ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് ക്യാൻ ഡിറ്റക്ട് COVID-19 ആൻറ്റിജൻസ് ഇൻ റെസ്പിറേറ്ററി സാമ്പിൾ. റെസ്പിറേറ്ററി സാമ്പിൾസിൽ COVID-19 ആൻറ്റിജൻസ് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ആൻറ്റിജൻ ടെസ്റ്റ്. റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റും ഈ ഒരു ഡയഗ്നോസിസിൽ വരുന്നുണ്ട്. RT-PCR ആൻഡ് ആൻറ്റിജൻ ടെസ്റ്റാണ് നമ്മൾ രണ്ട് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആണ്. വാക്സിനേഷൻ. COVID-19 വാക്സിൻസ് ആർ അവൈലബിൾ ആൻഡ് റെക്കമെൻഡഡ് ഫോർ പ്രിവെൻഷൻ. നമ്മുടെ COVID-19ൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്: COVID-19ൻ്റെ വാക്സിൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു, അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാസ്ക്, നമുക്കറിയാം ഇതൊക്കെ, മാസ്ക് വെയർ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഹാൻഡ് ഹൈജീൻ, ഇതൊക്കെയായിരുന്നു നമ്മൾ പ്രിവെൻഷനായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം വാക്സിനേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ മാസ്ക് വിയറിംഗ് മാസ്ക് ക്യാൻ റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മെയിൻറ്റെയിനിങ് ഫിസിക്കൽ ഡിസ്റ്റൻസ് ക്യാൻ റെഡ്യൂസ് ട്രാൻസ്മിഷൻ. പിന്നെ ഹാൻഡ് ഹൈജീൻ, ഫ്രീക്വൻറ്റ് ഹാൻഡ് വാഷിംഗ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഓർ യൂസിങ് ഹാൻഡ് സാനിറ്റൈസർ ക്യാൻ റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ. അപ്പോൾ എന്താണ്? സോപ്പും വാട്ടറും യൂസ് ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക. പ്രിവെൻഷന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി ട്രീറ്റ്മെൻറ്റ്, സപ്പോർട്ടീവ് കെയർ.
ട്രീറ്റ്മെൻറ്റ് ഫോക്കസസ് ഓൺ മാനേജിങ് സിംറ്റംസ് ആൻഡ് സപ്പോർട്ടിംഗ് ദ പേഷ്യൻസ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പം സപ്പോർട്ടീവ് കെയർ ആണെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, സിംറ്റംസ് മാനേജ് ചെയ്യാനും അതുപോലെ പേഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുമാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൻറ്റിവൈറൽ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെഡിക്കേഷൻസ് ലൈക്ക് മെഡിസീവർ മേ ഓൾസോ ബി യൂസ്ഡ് ഇൻ സിവിയർ കേസസ്. അപ്പോൾ സിവിയർ കേസസിൽ നമ്മൾ ആൻറ്റിവൈറൽ മെഡിക്കേഷൻസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരുന്നത്. സപ്പോർട്ടീവ് കെയർ ആൻഡ് ആൻറ്റിവൈറൽ മെഡിക്കേഷൻസ് ആർ യൂസ്ഡ്. So next, bidirectional screening of COVID and tuberculosis. Bidirectional screening of COVID-19 and tuberculosis refers to the systematic screening of patients with COVID-19 for TB and vice versa. This approach is essential due to the similarities in symptoms and potential for co-infection. So bidirectional screening of COVID and TB എന്ന് പറയുന്നത് എന്താണ്, COVID-19 ഉള്ളവരിൽ ട്യൂബർക്കുലോസിസ് എന്ന ഡിസീസ് ഉണ്ടോ എന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ക്രീൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് കോവിഡ് ആൻഡ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ സിംറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള പൊട്ടൻഷ്യലും ഇവർ കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ കാരണങ്ങളാണ് നമ്മൾ ഈ കോവിഡിൻ്റെയും TBയുടെയും സ്ക്രീനിങ് ഒരുമിച്ച് നടത്തുന്നത്. ദെൻ ദ റേഷണൽ സിമിലിയർ സിംറ്റംസ് co-infection ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക്. ഈ കാരണങ്ങളാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈഡയറക്ഷണൽ സ്ക്രീനിങ് കൊടുക്കുന്നത്. ഇതിൽ സിമിലിയർ സിംറ്റംസ് എന്ന് പറയുന്നത് ബോത്ത് COVID-19 ആൻഡ് TB ക്യാൻ പ്രസൻറ്റ് വിത്ത് സിമിലിയർ സിംറ്റംസ് സച്ച് ആസ് കഫ്, ഫീവർ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, മേക്കിംഗ് ഇറ്റ് ചാലഞ്ചിങ് ടു ഡയഗ്നോസ് വൺ കണ്ടീഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ദ അതർ. അപ്പോൾ എന്താണ് ഇവിടെ COVID-19 സിംറ്റംസും TBയുടെ സിംറ്റംസും ഏകദേശം സെയിം ആയിട്ട് അല്ലെങ്കിൽ സിമിലിയർ സിംറ്റംസ് ആയിട്ടാണ് വരുന്നത്. അത് കാരണം തന്നെ ഇതെന്താണ്, നമുക്ക് ആ ഒരു ഡിസീസ് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെയധികം ചാലഞ്ചിങ് ആയിട്ട് മാറുകയാണ്. സോ അതാണ് നമ്മൾ ഈ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ഇവിടെ കൊടുത്തത്. ഇപ്പോൾ ഇവിടെ സിംറ്റംസ് എന്ന് പറയുന്നത് കഫ്, ഫീവർ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഇതൊക്കെ രണ്ട് ഡിസീസിലും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഈ ഡിസീസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ഇനി ഇൻഫെക്ഷൻ പറയുന്നുണ്ട്. പേഷ്യൻസ് വിത്ത് TB മേ ബി മോർ സസ്പെക്റ്റബിൾ to COVID-19 due to underlying lung damage and compromised immune systems. So co-infection എന്ന് പറയുന്ന സമയത്ത് ഈ TB ഉള്ള പേഷ്യൻസിന് COVID-19 വരാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ സസ്പെക്റ്റബിൾ ടു COVID-19 ആണ്. ആൻഡ് അതുപോലെ തന്നെ ലങ് ഡാമേജസ്, ഇമ്മ്യൂൺ സിസ്റ്റംസ് ഒക്കെ തകരാറുള്ള ആൾക്കാർക്ക് ഇവർക്കൊക്കെ എന്താണ് COVID-19 ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം co-infections ഉള്ള ആൾക്കാർക്കും COVID-19 വരാം. ഇനി ഇൻക്രീസ്ഡ് റിസ്ക്, പീപ്പിൾ വിത്ത് TB may be at risk of severe COVID-19 due to the underlying lung disease. അപ്പോൾ എന്താണ്, TB ഉള്ള ആൾക്കാർക്ക് ഈ COVID-19 സിവിയർ സ്റ്റേജ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിരിക്കും അവർക്ക് ഈ ഒരു COVID-19 കൊടുക്കുന്നത്. നമുക്ക് ലങ് ഡിസീസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു TB ഉണ്ട്, ലങ് ഡിസീസൊക്കെ ഉള്ള ആൾക്കാർക്ക് COVID-19 വരുവാണെങ്കിൽ വളരെയധികം റിസ്ക്കിലേക്കാണ് അവരെ നയിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന ഏർലി ഡിറ്റൻഷൻ. ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ക്യാൻ ലീഡ് ടു ഏർലി ഡിറ്റൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ബോത്ത് COVID-19 ആൻഡ് TB. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിങ് വഴി COVID-19ൻ്റെയും TBയുടെയും ആ ഒരു ഡിസീസ് നമ്മൾ മുൻപേ കണ്ടുപിടിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഡിസീസിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് നമുക്ക് മുൻപേ കൊടുത്ത് തുടങ്ങാം. ഇനി ഇംപ്രൂവ്ഡ് ഔട്ട്കംസ്. ടൈംലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ഇംപ്രൂവ് പേഷ്യൻസ് ഔട്ട്കം ആൻഡ് റെഡ്യൂസ് ദ മോർട്ടാലിറ്റി. അപ്പോൾ എന്താണ്, നമ്മൾ മുൻപ് കണ്ടുപിടിച്ച് മരുന്ന് കൊടുത്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ആ ഒരു ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. മുൻപേ തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ മോർട്ടാലിറ്റി ഇതുവഴി കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇനി പബ്ലിക് ഹെൽത്ത് ബെനിഫിറ്റ്സ്. സ്ക്രീനിങ് ക്യാൻ ഹെൽപ്പ് ഐഡൻറ്റിഫൈ ആൻഡ് മാനേജ് കേസസ്, റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ആൻഡ് ഔട്ട് ബ്രേക്സ്. അപ്പം പബ്ലിക് ഹെൽത്തിൽ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് കൊടുക്കുക എന്ന് പറയുന്നത്. പബ്ലിക് ഹെൽത്തിന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ആ ഒരു ഡിസീസ് എന്താ ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാനും ആ കേസ് മാനേജ് ചെയ്യാനും അതുപോലെ ട്രാൻസ്മിഷൻ്റെ ആ ഒരു അളവ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഈ ഒരു സ്ക്രീനിങ് വഴി നമുക്ക് സാധിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ സ്ക്രീനിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. TB സ്ക്രീനിങ് ഇൻ COVID-19 പേഷ്യൻസ്. ഫസ്റ്റ്, പേഷ്യൻസ് വിത്ത് COVID-19 ഷുഡ് ബി സ്ക്രീൻഡ് ഫോർ TB സിംറ്റംസ് സച്ച് ആസ് കഫ്, ഫീവർ ആൻഡ് വെയിറ്റ് ലോസ്. അപ്പോൾ എന്താണ്, COVID-19 ഉള്ള ആൾക്കാർക്ക് TB ഉണ്ടോ എന്നുള്ളത് കാര്യം നമ്മൾ സ്ക്രീൻ ചെയ്യണം. അത് സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. കഫ്, ഫീവർ, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുക. ഇനി COVID-19 സ്ക്രീനിങ് ഇൻ TB പേഷ്യൻസ് വിത്ത് TB ഷുഡ് ബി സ്ക്രീൻഡ് ഫോർ COVID-19 സിംറ്റംസ് സച്ച് ആസ് ഫീവർ, കഫ് ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ്. ഓക്കെ, COVID-19 ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം, TB
ഉണ്ടോ എന്നുള്ള സിംറ്റംസ് വെച്ച് നോക്കുക. അതുപോലെ തന്നെ ടി ബി ഉള്ള ആൾക്കാർ COVID-19 സിംറ്റംസ് ഉണ്ടോ എന്നും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്ക്രീനിങ് നമ്മൾ വിടുന്നത് തന്നെ. ഇപ്പോൾ 2 സിംറ്റംസും ഒരുപോലെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടി ബി ഉണ്ടെങ്കിൽ COVID-19 ഉണ്ടോയെന്നും COVID-19 വരുന്ന ആൾക്ക് എന്ത് ചെയ്യും, ടി ബി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഇനി ഇതിൻ്റെ കുറച്ച് ചാലഞ്ചസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിത് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ ബൈഡയറക്ഷണൽ സ്ക്രീനിങ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കിത് ചാലഞ്ചിങ് ആയിട്ട് തീരുക എന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഇൻ സം സെറ്റിംഗ്സ് ലിമിറ്റഡ് റിസോഴ്സസ് മേ ഹിൻഡർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബൈഡയറക്ഷണൽ സ്ക്രീനിങ്. നമുക്ക് അതിനുള്ള റിസോഴ്സസ് കിട്ടായികയാണ് മെയിനായിട്ട് നമ്മൾ നേരിടുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്ന ഡയഗ്നോസ്റ്റിക് ചാലഞ്ച് ആണ്. ഡയഗ്നോസിങ് ടി ബി ഇൻ പേഷ്യൻസ് വിത്ത് COVID-19 ക്യാൻ ബി ചാലഞ്ചിങ് ഡ്യൂ ടു സിമിലർ സിംറ്റംസ് ആൻഡ് റേഡിയോളജിക്കൽ ഫൈൻഡിങ്സ്. അപ്പം സിംറ്റംസ് നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ രണ്ടിൻ്റെയും സിംറ്റംസ് ഒരേപോലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ 2 ഡിസീസും വേറെ ആണോ അല്ലെങ്കിൽ ഏത് ഡിസീസാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ചാലഞ്ചിങ് നമ്മൾ മുൻപ് നേരിടുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് ചാലഞ്ചാണ് അവിടെ വരുന്നത്. സോ ബൈ ഇംപ്ലിമെൻറ്റിംഗ് ബൈഡയറക്ഷണൽ സ്ക്രീനിങ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ് ക്യാൻ ഇംപ്രൂവ് ദ ഡിറ്റക്ഷൻ and management of both COVID-19 and TB, ultimately reducing morbidity and mortality. സോ ഈ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഈ ഒരു COVID-19ൻ്റെയും TBയുടെയും ആ ഒരു ഡിസീസ് അത് കണ്ടുപിടിക്കാനും അതിൻ്റെ ഡിറ്റക്ഷനും മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും കുറയ്ക്കുന്നതിനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊസീജിയറായിരുന്നു ഈ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് കോവിഡ് ആൻഡ് TB എന്ന് പറയുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ചെറിയൊരു ടോപ്പിക്കാണ്. മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ജനറലായിട്ട് കോവിഡിനെ പറ്റിയും TBനെ പറ്റിയും, TBയുടെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, അത് കോസ് ചെയ്യുന്ന വൈറസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ബൈഡയറക്ഷണൽ സ്ക്രീനിങ് എന്താണ്, ബൈഡയറക്ഷണൽ സ്ക്രീനിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെയാണ്, ചാലഞ്ചസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.